രാവിലെ മുട്ട എടുത്തതേ ഉള്ളൂ. വീണ്ടും മുട്ട ഇട്ട് തുടങ്ങി. ഉണ്ടോ? എപ്പോഴും വന്നാലും മുട്ട കാണും. തീറ്റയല്ല കൊടുത്തിരുന്നത്. 2 മാസം പ്രായം കൊണ്ടുവന്നിട്ട് 4 മാസം വരെ ഫുഡ് വേസ്റ്റാണ് കൊടുത്ത് വളർത്തിയത്. ഇത് നമ്മൾ കുഞ്ഞു കൊണ്ടുവന്ന് വളർത്തിയതാണ്. ഏകദേശം ഒരു 500 എണ്ണത്തോളം ഉണ്ട്. അതിൽ ഞങ്ങൾക്ക് മുട്ട കിട്ടുന്നുണ്ട്. കൊടുക്കുന്നതെല്ലാം ഫുഡ് വേസ്റ്റ് തന്നെയാണ്. ഇതിന് നമ്മൾ തീറ്റ ഉപയോഗിക്കുന്നില്ല. ഒരു ദിവസം പോലും തീറ്റ യൂസ് ചെയ്തിട്ടില്ല. ഇത് 1 വർഷം നമ്മൾ തീറ്റ കൊടുത്ത് വളർത്തുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് നഷ്ടം തന്നെയാണ്. കണ്ടോ, ഇതുപോലെ ബാരലുകളിലാക്കി കണ്ടോ. ഇത് നമ്മൾ ഇങ്ങനെയാണ്. നമ്മുടെ മുട്ടനാടാണ്. 1 മുട്ടനാടും 3 പെണ്ണാടുമാണ്. ഇത് നമുക്കൊരു 60ഓളം മുട്ടക്കോഴി നിൽപ്പുണ്ട്. VB38 എന്നാണ് പറയുന്നത്. അതിൽ നമുക്കൊരു ഡെയിലി ഒരു 30-40 മുട്ട ഡെയിലി കിട്ടുന്നുണ്ട്. ആദ്യ ദിവസങ്ങളിൽ നമ്മളിതിന് കുഞ്ഞു കൊണ്ടുവന്നപ്പോൾ 2 മാസം പ്രായമായ കുഞ്ഞാണ് കൊണ്ടുവന്നത്. ആ സമയത്ത് നമ്മൾ ഫുഡ് തന്നെയാണ് കൊടുത്ത് വളർത്തിയത്. തീറ്റ തന്നെയാണ് കൊടുത്ത് വളർത്തിയത്. നാടൻ തീറ്റ തന്നെ കൊടുത്ത് വളർത്തിയത്. ഇപ്പോൾ മുട്ടയിട്ട് തുടങ്ങിയപ്പോൾ മാത്രമാണ് ഫീൽഡ് കൊടുക്കുന്നത്, തീറ്റ, കോഴിത്തീറ്റ കൊടുക്കുന്നത്. അല്ല വേറെ ഒന്നുമില്ല. കാണിച്ചു തരാം. രാവിലെ മുട്ട എടുത്തതേ ഉള്ളൂ. വീണ്ടും മുട്ട ഇട്ട് തുടങ്ങി. ഉണ്ടോ? രാവിലെ മുട്ടയെല്ലാം പറക്കിയതേ ഉള്ളൂ. വീണ്ടും എപ്പോഴും വന്നാലും മുട്ട കാണും. ഇതൊരു 60 കോഴിയുണ്ട്. VB38. പക്ഷേ ഞാനിതിന് ഇത് തീറ്റയല്ല കൊടുത്തിരുന്നത്. 2 മാസം പ്രായം കൊണ്ടുവന്നിട്ട് 4 മാസം വരെ ഫുഡ് വേസ്റ്റാണ് കൊടുത്ത് വളർത്തിയത്. ഇപ്പോഴാണ് മുട്ടയിട്ട് തുടങ്ങിയതിന് ശേഷം മാത്രമാണ് തീറ്റ, കോഴിത്തീറ്റ, അതായത് മുട്ടക്കോഴിയുടെ തീറ്റ മാത്രം കൊടുക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ സാധാ നാടൻ ഫുഡ് തന്നെയാണ് കൊടുത്ത് വളർത്തുന്നത്. ഈ VB38 വളർത്തുമ്പോഴേ ആൾക്കാർ പറയുന്നത് തീറ്റ ചിലവ് കൂടുതലെന്നല്ലേ പറയുന്നത്? പക്ഷെ നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം ഒരു 5 കിലോ തീറ്റയുണ്ടെങ്കിൽ ഇത്രയും കോഴി 5-6 കിലോ തീറ്റയുണ്ട് ഡെയിലി നമുക്ക് കവറിങ് ചെയ്ത് പോകും. 6 കിലോ 120 രൂപ 150 രൂപയല്ലേ വരുന്നുള്ളൂ. എന്നാലും നമുക്ക് ഡെയിലി 30 മുട്ട എത്ര രൂപയായി? 300 രൂപയ്ക്ക് പുറത്തായില്ലേ? പകുതി ലാഭം തന്നെയാണ്. പക്ഷെ മുട്ടയിട്ട് തുടങ്ങിയതിന് ശേഷമുള്ളതാണ്. അതിന് മുമ്പുള്ളത് നമുക്ക് ചിലപ്പോൾ ലോസായിട്ട് വരാം. പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല. കാരണം ഞാനിത് ഫുഡ് വേസ്റ്റാണ് കൊടുത്ത് വളർത്തിയത്. ഇപ്പോഴാണ് ഈ തീറ്റ യൂസ് ചെയ്യുന്നത്. മുട്ടയിട്ട് തുടങ്ങിയതിന് ശേഷമാണ്. അപ്പോൾ കൂട് കുറച്ചുകൂടെ വൃത്തിയായിരിക്കും. മുട്ട കറക്റ്റ് എണ്ണം കിട്ടുന്നുണ്ട്. അതിന് വേണ്ടിയാണ്. ഈ ഫുഡ് വേസ്റ്റ് കൊടുക്കുമ്പോഴും നമ്മൾ തീറ്റ കൊടുക്കുമ്പോഴും മുട്ടയ്ക്ക് വ്യത്യാസം ഉണ്ടാവും? ഇടുന്നതിനോ ഈ ചിലപ്പോഴും ഇത് എണ്ണത്തിൽ കുറവ് വരാം. പക്ഷേ വാൻകോഴിക്ക് അതല്ല. വാൻകോഴി നമ്മൾ ഇറച്ചിക്ക് വളർത്തുന്നത് കൊണ്ട് 1 വർഷം വളർത്താനുള്ളത് കൊണ്ട് നമുക്ക് തീറ്റ കൊടുത്താൽ മുതലാവത്തില്ല. പക്ഷെ ഇതിന് നേരെ തിരിച്ചാണെന്നാണ്. ഞാനിത് ആദ്യമായിട്ട് വളർത്തിയാണ്. പക്ഷെ എന്നാൽ എനിക്ക് ഡെയിലി 10-30 മുട്ട ഡെയിലി കിട്ടുന്നുണ്ട്. 30-40 കിട്ടുന്ന ദിവസമുണ്ട്. 60 കോഴിയുണ്ട്. ഞാൻ പ്രത്യേകിച്ച് മറ്റേ കൂടില്ല. ഏത് റെഡിമെയ്ഡ് കൂടല്ല, നമ്മൾ സാധാ കൂടിനകത്ത് വളർത്തുന്നതാണ്. പിന്നെ വാഴയില ഇട്ട് കൊടുക്കാറുണ്ട്, പുല്ലിട്ട് കൊടുക്കാറുണ്ട്, തീറ്റയും കൊടുക്കാറുണ്ട്, വെള്ളവും വെച്ചു. ഡെയിലി മുട്ട എന്ന് പറഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ 10 രൂപ കിട്ടും. ഇതിൻ്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം മുട്ട എടുത്ത് നമുക്കൊരു 30-40 മുട്ട ഇവിടെ കിട്ടും. പിന്നെ ഇവർ ചിലർ കുടിക്കാൻ സാധ്യത ഉണ്ട്. 1-2 പ്രാവശ്യം കണ്ടുണ്ട്. അതുകൊണ്ട് അപ്പോഴപ്പോഴും നമ്മൾ മുട്ട പറക്കും. മുട്ടയ്ക്കൊന്നും ഒരു വലിപ്പത്തിനും കുറവില്ല. മറ്റേ നമ്മുടെ വെള്ളക്കോഴി മുട്ടയേക്കാളും വലിയ മുട്ടയാണ്. ഇത് നമ്മൾ കുഞ്ഞു കൊണ്ടുവന്ന് വളർത്തിയതാണ്. ഏകദേശം ഒരു 500 എണ്ണത്തോളം ഉണ്ട്. അതിൽ ഞങ്ങൾക്ക് മുട്ട കിട്ടുന്നുണ്ട്. കൊടുക്കുന്നതെല്ലാം ഫുഡ് വേസ്റ്റ് തന്നെയാണ്. ഇതിന് നമ്മൾ തീറ്റ ഉപയോഗിക്കുന്നില്ല. ഒരു ദിവസം പോലും തീറ്റ യൂസ് ചെയ്തിട്ടില്ല. 1 മാസം പ്രായമായ കുഞ്ഞാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ ഒരു 8 മാസം ആയിക്കണം. ഇപ്പോൾ 2 മാസം കൊണ്ടാണ് മുട്ടയിട്ട് തുടങ്ങിയത്. എല്ലാ ദിവസവും കൂട്ടിനകത്തിടും. രാവിലെ ഇവിടെ ഇടില്ല. രാത്രിയാണ് മുട്ടയിടുന്നത്. രാവിലെ ഇവിടെ തുറന്നിട്ട് ഇവിടെ തീറ്റയും വെള്ളവും കൊടുക്കും. രാത്രിയാകുമ്പോൾ തിരിച്ച് കൂട്ടിലാണ്ടടയ്ക്കും. ഇത് ഞാൻ ആലപ്പുഴയിൽ നിരണം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ് ഈ താറാവ് കുഞ്ഞുങ്ങൾ. 1 മാസം പ്രായമായ കുഞ്ഞ് അവിടെ നിന്ന് 100 രൂപയ്ക്ക് വാങ്ങിയതാണ്. പിന്നെ പൂവൻ കൂടുതലുണ്ടായിരുന്നു, അതിനെല്ലാം കൊടുത്തു. ആവശ്യത്തിനുള്ള പിടയും അതിനുള്ള പൂവൻ മാത്രമേ നിർത്തിയിട്ടുള്ളൂ. ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് തുടങ്ങിയാണ്. ഇത് ഫസ്റ്റ് ബാച്ചാണ്. ഇപ്പോൾ 2 മാസമായിട്ട് എനിക്ക് മുട്ട കിട്ടുന്നുണ്ട്. 2 മാസത്തിനുണ്ട്. എനിക്കെൻ്റെ ഒരു തീറ്റ ഉള്ളത് കൊണ്ട് ഞാൻ ഈ കടകളിൽ നിന്ന് കളക്ട് ചെയ്ത് ഫാമിലേക്ക് എടുക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് നല്ല ഫുഡ് വേസ്റ്റ് കളക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് മാത്രം അത്രയും സാധനം ഉള്ളത് കൊണ്ട് ഇട്ടതാണ്. താറാമുട്ടയ്ക്ക് വിപണനത്തിന് പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. നമ്മൾ 2 കടകളിലും കൊടുക്കും. സാധനം ഇല്ലാത്ത കുറേ ഉള്ളൂ. താറാമുട്ട എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മൾ അത്ര റേറ്റ് വലിയ ഇത് വാങ്ങുന്നില്ല. താറാമുട്ട 12-13 രൂപ ഉണ്ട്. ഞങ്ങൾ 10 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ VB38 വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചിലവ് കുറവല്ലേ താറാവിന്? VB38 കോഴികളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറവ് തന്നെയാണ്. VB38 എന്ന് പറയുമ്പോൾ ആ കോഴിക്ക് നമ്മൾ തീറ്റ കൊടുക്കുന്നത് കൊണ്ട് കറക്റ്റ് മുട്ട വരുന്നുണ്ട്. മുട്ടയിൽ കുറവ് വരുന്നില്ല. ഇതിൽ ചിലപ്പോൾ മുട്ടയിൽ കുറവ് വരാം. ചിലവില്ല. വൻകോഴിക്കും അങ്ങനെയാണ്, ചിലവില്ല. ഇത് ഇങ്ങനെയാണ്. അതായത് നമ്മുടെ ഈ ഫുഡ് വേസ്റ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട്
മണ്ഡപത്തിലുള്ള ഇല കാര്യങ്ങളെല്ലാം ബയറിലാക്കി നമ്മൾ കൊണ്ടുവന്ന് അതിന് പാത്രത്തിലായിട്ട് കൊടുക്കുന്നത് കൊണ്ട് അവരും കഴിച്ചോളും. ഇത് ഒരു വർഷം നമ്മൾ തീറ്റ കൊടുത്ത് വളർത്തുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് നഷ്ടം തന്നെയാണ്. വിൽക്കാൻ പറ്റത്തില്ല, ഈ വിലയ്ക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഈ 300-350 രൂപയ്ക്കൊന്നും കൊടുത്താൽ 350 രൂപ കൊടുത്തെന്ന് പറഞ്ഞാൽ ഒന്നും നമുക്ക് കിട്ടത്തില്ല. തീറ്റ വാങ്ങാനുള്ള പൈസ പോലും ആവില്ല. പിന്നെ ഈ ഫുഡ് വേസ്റ്റ് ഉള്ളത് കൊണ്ട്, ഫുഡ് വേസ്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇത് വളർത്താൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇത് വളർത്താൻ പറ്റില്ല എന്നല്ല, വളർത്തിയാൽ നഷ്ടം. പിന്നെ നമ്മൾ ഇത് മാത്രം വളർത്തുന്നവർക്ക് ഇതിനു വേണ്ടി മാത്രം ഫുഡ് വേസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് നല്ല ഇത് കിട്ടത്തില്ല. പിന്നെ നമുക്ക് പന്നി ഫാം ഉള്ളത് കൊണ്ട് അതിലേക്ക് എടുക്കുമ്പോൾ അതിൽ നിന്ന് നല്ല തീറ്റ മാത്രം മാറ്റിയെടുത്ത് നമ്മളിതിന് കറക്റ്റ് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല ഇത് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു കടയിൽ പോയിട്ട് എടുക്കുമ്പോൾ ഇതിനുള്ള ആഹാരം ആയിരിക്കില്ല, വേറെ രീതിയിലുള്ള ആഹാരമായിരിക്കും, പച്ച ഇറച്ചിയും അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ആയിരിക്കും. പക്ഷെ അങ്ങനെയുള്ളതെന്ന് പറഞ്ഞാൽ ഫാമിലോട്ട് പോകും. നമുക്ക് ഇതിനാവശ്യമുള്ള മാത്രം വെജിറ്റബിൾ ഫുഡ് മാത്രമേ ഇതിനെ എടുക്കാൻ പറ്റും. അത് തീർച്ചയായും കഴിക്കാം. അത് ഞാൻ കാണിച്ചു തരാം, ഞാനിപ്പോൾ തട്ടി കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതുപോലെ ബാരലുകളിലാക്കി കണ്ടോ, ഇത് നമ്മൾ ഇങ്ങനെ അവരെ കൊണ്ട് തട്ടി വിട്ടങ്ങ് വരും. ആളയിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ കുറച്ച് മാറി നിന്ന ഇത് നമ്മുടെ മുട്ടനാടാണ്. ഒരു മുട്ടനാടും 3 പെണ്ണാടുമാണ്. ഇതൊരു വലിയ ആടാണ്, അമ്മയാടാണ്. ഇവൻ കുട്ടിയാണ്. പക്ഷെ അവർ രണ്ടുപേരും ആദ്യത്തെ ഡെലിവറി ആയി നിൽക്കുകയാണ്. നമുക്ക് മുട്ടൻ കൂടെ ഉള്ളത് കൊണ്ട് താനിവിടെ മേറ്റാവുന്നത് കൊണ്ട് നമുക്ക് കനഡിയൻ. ലാഭകരമാണോ എന്ന് വെച്ചാൽ അത്ര ലാഭമൊന്നും നമുക്ക് പറയാറായിട്ടില്ല. പക്ഷേ എന്നാൽ ഇത് പിന്നെ പറമ്പിൽ ഓലയും വാഴയിലയും ഇതൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ അങ്ങ് പോകും. പിന്നെ തീറ്റ കൊടുക്കണം. തീറ്റ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. വേണ്ട, ഇന്ന് തീറ്റ ഉണ്ടല്ലേ, തീറ്റ നമ്മൾ കൊടുക്കണം. എന്നാലേ ആട് നന്നായിട്ട് നിൽക്കും. ഇവൻ ഗർഭിണിയാണ്, ഇതും ഗർഭിണിയാണ്. ഇതും ടൈമായി നിൽക്കുകയാണ്, കുഞ്ഞുങ്ങളായിട്ടില്ല. ഇതിന് 1 ലിറ്ററിൽ 1.5 ലിറ്റർ പാല് കിട്ടും. നമ്മൾ കുട്ടി മാറ്റി കഴിയുമ്പോൾ 1 ലിറ്റർ 1.5 ലിറ്റർ പാല് കിട്ടും. നമ്മൾ കറന്നെടുക്കുമായിരുന്നു, വീട്ടിലേക്ക് തന്നെ ഉപയോഗിക്കും. നമ്മളിതിനെ കുളിപ്പിക്കും കൃത്യമായിട്ട്. ഈ പ്രസവിച്ച് നമ്മൾ പാല് വീട്ടിലെടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മാറ്റിനെ കുളിപ്പിക്കും, ഇടയ്ക്കിടെ കുളിപ്പിച്ച് വിട്ടാൽ നന്നായിട്ട് ആ പാലിന് ഒരു സ്മെല്ലോ ഒന്നുമില്ല. സൂര്യനുണ്ട്, ലൈറ്റുണ്ട്. ഇവരെ നമുക്ക് എവിടെ നിന്നാലും കാണാം. ക്യാമറകളെല്ലാം ഉണ്ട്. നമ്മൾ ഏത് ലോകത്ത് പോയി നിന്നാലും മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കാം ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നല്ല. ക്യാമറ ഉണ്ടല്ലോ, ഇവിടെ തൊഴുത്തിലെല്ലാം ക്യാമറയുണ്ട്, വീടിൻ്റെ 4 സൈഡിലെല്ലാം ക്യാമറയുണ്ട്, മുകളിൽ കോഴിയെല്ലാം സേഫാണ്. ഒന്നും ഞാൻ പൂട്ടാറില്ല, എല്ലാം തുറന്ന് തന്നെ ഇട്ടേക്കുന്നത്. ഈ ടർക്കിക്ക് BV380 കണക്ക് കൊടുക്കാൻ തീറ്റ ഉണ്ടോ, അതോ വേസ്റ്റ് തന്നെയാണോ? ഇല്ല, ഞാൻ ഒരു 2 മാസം VV380 എന്ന് പറഞ്ഞ കോഴിക്ക് ഞാനൊരു 60 വാങ്ങിക്കൊണ്ട് വന്നു. അതിൽ ഒരു 2 മാസം പ്രായപ്പോൾ കൊണ്ടുവന്നു. ഒരു 4 മാസം വരെയും ഞാൻ ഫുൾ ഫുഡ് വേസ്റ്റ് തന്നെ കൊടുത്തിരുന്നു. പിന്നീട് മുട്ടയിട്ട് തുടങ്ങി, 1-2 മുട്ടയിട്ട് തുടങ്ങിയപ്പോൾ മുട്ട അല്പം ചെറുതും 1-2 ഇട്ട് തുടങ്ങിയ സമയത്ത് നേരെ ഞാൻ ഫുഡ് വേസ്റ്റ് മാറ്റിയിട്ട് മുട്ടക്കോഴിയുടെ തീറ്റ തന്നെ കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു 10-20 ദിവസം, 1 മാസം കഴിഞ്ഞപ്പോഴേ കണ്ടിന്യൂ മുട്ട വരാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ എപ്പോഴായാലും ഒരു 60 കോഴിയിൽ നിന്ന് ഒരു 10 അതിനകത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ചത്തുപോയിട്ടുണ്ട്. ഒരു 50 കോഴി ഇപ്പോൾ കാണും. അതിലൊരു ഡെയിലി 30 മുട്ട 40 മുട്ട കറക്റ്റ് ഇപ്പോൾ കിട്ടുന്നുണ്ട്, എല്ലാ ദിവസവും കിട്ടുന്നു. പക്ഷേ ആ മുട്ട കിട്ടുന്നതിൻ്റെ പകുതി പൈസ മതി അതിന് പിന്നെ അവളുടെ. പക്ഷേ ഇത് കുറച്ച് നാളെ കിട്ടത്തുള്ളൂ, അത് കഴിയുമ്പോൾ എണ്ണം കുറയും.